ഒമാനിൽ സയൻസ് ഇന്ത്യ ഫോറം വാർഷിക ഫെസ്റ്റ് ശ്രദ്ധേയമായി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുത്ത 16 വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര പ്രതിഭാ പട്ടം നൽകി ആദരിച്ചു. സയൻസ് ഇന്ത്യ ഫോറം ഒമാനിൽ വാർഷികാഘോഷം നടത്തി. അൽവാദി അൽ കബീറിലെ ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടി ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗും സുൽത്താൻ കബൂസ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഖലീഫ അൽ ജാബ്രിയും ചേർന്ന് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ 16 വിദ്യാർത്ഥികൾക്ക് 2023-24 വർഷത്തിലെ ശാസ്ത്ര പ്രതിഭ പട്ടം നൽകി അനുമോദിച്ചു. ഒമാനിലുടനീളം 1000-ലധികം വിദ്യാർത്ഥികളിൽ നിന്നും 2 തലത്തിലുള്ള ഓൺലൈൻ ടാലന്റ് സെർച്ചിലൂടെയാണ് ഈ ശാസ്ത്ര പ്രതിഭകളെ തിരഞ്ഞെടുത്തത്. സയൻസ് ഇന്ത്യ ഫോറം തുടർച്ചയായി നടത്തുന്ന പരിപാടികളെ ഇന്ത്യൻ സ്ഥാനപതി പ്രശംസിച്ചു. പതിറ്റാണ്ടുകളുടെ ബന്ധങ്ങൾ ഇന്ത്യയും ഒമാനിൽ തമ്മിൽ ഉണ്ട് എന്നും അത് തുടർന്ന് ശാസ്ത്രമേഖലയിലും സംയുക്തമായി നേടണമെന്നും പ്രൊഫസർ ഖലീഫ അൽ ജാബ്രി അഭിപ്രായപ്പെട്ടു. സയൻസ് ഇന്ത്യ ഫോറം പ്രസിഡന്റ് പനീന്ദ്രനാഥ് ഗുപ്ത പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എം രാമസ്വാമി, ജയപാൽ ദത്തെ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ മറ്റു പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു. This is conducted by Science India Forum. We do it in a GCC wide. So in Oman, almost 22 schools participated in it, Indian schools, and we thank all the participants for it. Almost around 2,000 plus students have participated in it. Two-tier competition. It was an online competition where the children have participated, and they were out of which 16 students are the winners of the Shastra Pratibha. And we thank all the authorities. We thank Indian School Wadi Kabir, and we thank you all the authorities for this. ചടങ്ങിൽ സുജിത് നായർ നന്ദി പ്രകാശനവും നടത്തി. ജനം, ഒമാൻ.